നാരായണി ഇല്ലാത്തോണ്ടാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച. പോടോ അപ്പൊ ഇടുന്ന നമുക്ക് പോയേക്കാം. അമ്മയുടെ പൊന്നിക്കുട്ടനാണോ? അയ്യോ അപ്പ വരും, നീ അങ്ങ് നടന്ന പോക്കോ, അപ്പ വന്നോളും. അയ്യോ പോവല്ലേ, വീഴാതെ പോ, പതിയെ പോണേ. കാലിങ്ങനെ വെക്കുന്നേ. ഇട്ടേക്കട്ടെ. ആ വെള്ളം കൊണ്ട് ഇടണ്ടേ? ഈ കയ്യിൽ ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ കടിസാരല്ല തന്നെ പോകാനുള്ള ആഗ്രഹം വിട്ടുപോവാ. നല്ല സ്പീഡാണല്ലോ, ഒറ്റയ്ക്കായണ്ട. ആ പൊക്കോ. പയ്യെ പോ. പൊക്കോ പൊക്കോ. ഹലോ പൊക്കോ. കണ്ടില്ല. മറ്റേ ചെരുപ്പിടാം. വേറെ ഉണ്ടല്ലോ ഷൂ. ഇത് തന്നെ ഇടുന്നു. എന്നും ദൂരിപ്പോന്നുണ്ട് ഇടയ്ക്ക്. എൻ്റെ നടത്താത്തൻ്റെയാ. ആ ബസ്സായി ഇപ്പം ബസ് കേട്ടോ. ഒരുമേലി ആളില്ലല്ലോ, ആളില്ല. കൊണ്ടുപോയിട്ട് തിരിച്ചു പോകുന്ന മെമ്പറോ മെമ്പറുടെ വീട്ടിൽ. സിനിയാൻ്റെ വീട്ടിൽ മെമ്പറാന്ന് പറഞ്ഞിട്ട്. സിനി ആൻറ്റോ അങ്ങനല്ലേ പേര്? നീയല്ലേ പറഞ്ഞേ? അതികേശം എഴുന്നേറ്റില്ല, എഴുതാക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇന്നുണ്ട് പുറത്തുണ്ടോ? ഉണ്ട്, അവർക്കുണ്ട്. അവരിവിടെ CMS-ലെ. ബസ്സിനല്ല, അവര് നടന്നാ പോകും. നമുക്ക് അടുത്തല്ല, അവിടെ ഇച്ചിരി പോയാ. ഞാൻ പൊക്കോട്ടെ പൊന്നെ. കൊച്ചെന്നാ കഴിച്ചേ? ഇന്നാണ് ഇങ്ങനെ ഇരിക്കുന്നേ? ക്ഷീണോ?
പോവുകയാണേ. നാളെ കാണാതെ നാളെ പോകാൻ അതെ ജോലിക്ക് പോവാ ജോലിക്ക് ജോലി ബസ്സൊക്കെ ഒത്തിരി ഒന്നും ഇല്ല ഇപ്പൊ കുറഞ്ഞു. ഇനിയിപ്പോ കുറച്ച് ബസ്സേ കാണത്തുള്ളൂ. ഒരു വണ്ടി ഇതാ ചേട്ടൻ നിന്റെ ബസ് വരുന്നു. ഓടിയോ ഓടി വരൂ ഇറങ്ങി വരൂ. ആ പിന്നെ ആരാ പിടിക്കുന്നത്? വേറെ ആര് പിടിക്കും? നാരായണ ബസ് അവളൊന്നുമില്ല. നാരായണി ഏന്തയാറ്റിലാണുള്ളത്. അതുകൊണ്ട് പിന്നെ അവിടെ നടന്നു പോകും. അടുത്ത് ചിലപ്പിച്ച് കുമ്പളി പോകുന്ന ഓക്കെ. ആകാശമൊന്നും അത്യാവശ്യം മൂടലൊക്കെ ഉണ്ട്. പക്ഷെ മഴയൊന്നും പെയ്യത്തില്ല. ഇന്നലെയൊക്കെ ചുമ്മാ ചാറിപ്പോയി. ചുമ്മാ ചാറിപ്പോയെങ്കിൽ ഉള്ള വെള്ളം കൂടെ പറ്റിപ്പോത്തേ ഉള്ളൂ. കോട്ടാ കോട്ടയത്തെ ഒരു മണി വരെ 8 മണിക്ക് എല്ലാം. ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന തൊഴിലുറപ്പൊക്കെ പാർട്ടിക്കാരുടെ പരിപാടിയാണ്. പാർട്ടി ഓഫീസിൽ അങ്ങോട്ടാണ് പോകുന്നത്. കഴിഞ്ഞോ? എത്ര കിലോ ഉണ്ടായിരുന്നു? നീ ഇത് ഇറക്കാൻ വേണ്ടി വന്നാണോ രാവിലെ? എന്തോരം ഉണ്ടായത്? $518 കിലോ. രാവിലെ ഇപ്പം നല്ല വെയിലാണ്. ഒച്ചയൊക്കെ പൊങ്ങിയല്ലോ. നല്ല മൂടലുണ്ട്. രാവിലെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇപ്പം നല്ല മൂടലായി. ഒരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്. പക്ഷെ ആകാശം നല്ല തെളിഞ്ഞൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു വശം ആ ഭാഗം തെളിഞ്ഞാണെങ്കിലും ഈ ഭാഗത്ത് മൂടലുണ്ട്. അതുകൊണ്ട് എന്തോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ആ മീനെ പിടിച്ചിട്ടപ്പോഴത്തേന് നിറം അറിയാം. അതിനകത്ത് പായലില്ലായിരുന്നു. അത് നല്ലൊരു സൈസ് പായലായിരുന്നു. ആ പായൽ മൊത്തം ഒന്നുമില്ലാതെ മൊത്തം തിന്നു നിർത്താം മീനുകൾ. മഴ നല്ല വെള്ളം കിട്ടുമായിരുന്നെങ്കിൽ കുറച്ച് വെള്ളം കുളത്തിൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. റിസ്ക് കുറയും. പൊക്കോട്ടെ പോടാ. ഇതിനൊക്കെയുള്ള ഒന്നും ഇരിപ്പില്ലടാ അതിനകത്ത്.
ഇന്ത്യാറ് വരെ പോവാം. അവിടെ അമ്പലത്തിൽ പൂമൂടലുണ്ട്, കുറച്ച് പ്രോഗ്രാമൊക്കെ ഉണ്ട്, അതിന് പോവാം. സിംബാടെ പുതിയ കളവ ഇവിടെ കൊണ്ടിട്ട് കുളിപ്പിച്ചിട്ട് കയറ്റി കിടത്തിയ പിന്നെ പുള്ളി അവിടെ തന്നെ കിടക്കുന്നത്. ശാംഭവിയെ വിളിക്കണം. ഉത്സവമാണ്, കുറേ പരിപാടിയുണ്ട്, ഗാനമേള, പിന്നെന്തുവാ ഇതൊക്കെ ഉണ്ട്, പൂമൂടലുണ്ട്. അപ്പം അതിന് മെയിനായിട്ട് പോകണം. ഇതൊക്കെ മഴ പെയ്തായിരുന്നു, മണ്ണൊക്കെ നിറഞ്ഞു കിടക്കുന്നു. ഇന്നലെ അവിടെ തുള്ളി പോലെ എവിടെയും തുള്ളിയെന്ന് തോന്നുന്നു. നല്ലൊരു മഴ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇന്ന് പിന്നെ മഴ പെയ്യാൻ ആരും പ്രാർത്ഥിക്കില്ല. എന്നാന്ന് വെച്ചാൽ ഗാനമേളയൊക്കെ ഉള്ളത് കൊണ്ടേ. വേണ്ടേ വരുന്ന 2 എണ്ണം. എന്നാ എവിടെ പോവാ? എന്നാ എന്നാ എന്ത് പടി തിന്നു? എന്നാലും നീ തരത്തില്ല? നിന്റെ കൈ കൊണ്ട് തരുമ്പോൾ ഒരു സുഖം വേണ്ട. മുടിയൊക്കെ കിട്ടിയേക്കുന്നുണ്ടോ? ചുറ്റെന്തിയേ? എന്നാണ്ട് പരിപാടി? ഉണ്ട്. എന്നാ പരിപാടി? കൊച്ചിനെ വിളിക്കാൻ വേണ്ടി വന്നോ സംബന്ധിച്ചത്? അങ്ങോട്ടാ ഞാനാ പണക്കര വരും. ആ ശരി. ആ മഴ പെയ്തു ഇവിടെ? എപ്പം? 3:15 ഒക്കെ കഴിഞ്ഞപ്പോ മഴ പെയ്തോ? ഇപ്പോഴോ? ജസ്റ്റ് ഒന്ന് നനച്ചു. ഭ്രാന്തിനെ പോലെ നടക്കുന്ന നാരായണ ചേച്ചി പിച്ചക്കാരിയായിട്ട് നടക്കുന്നു. അതെടുക്കണം, ഇങ്ങനെ അനങ്ങല്ല, ഇങ്ങനെ ഇങ്ങനെ ജയമ്മയുടെ ഫോണിൽ എടുത്താൽ ക്ലിയർ ആവത്തില്ല. ഇറങ്ങിയോ? ബാഗ് അപ്പൊ കഴിച്ചോ? കഴിച്ചില്ല.
ചേട്ടാ പോയടി നിനക്ക് ചുമയായിരുന്നോ ഡി? സ്കൂളിൽ ചെന്ന് ചുമയായിരുന്നോ? ഇതെന്താ പൈപ്പാവും ക്ലാസ് ഉണ്ടാവും ചുമ ക്ലാസ്സൊക്കെ ഉണ്ട്. ചുമയല്ലേ ചുമ ഉണ്ടായിരുന്നോ? മനോജമാവില്ലേ ആ ചുമയുണ്ടായിരുന്നോ ഡി സ്കൂളിൽ? ഉണ്ടായിരുന്നോ? മനോമാമനൊക്കെ എന്ത് ചെയ്യണോ? എന്താ അമ്മ അമ്മ ഒന്നും ഉണ്ടാക്കി അമ്മ ഇല്ല. എന്തിയാറിന് പോയി. അതെ നാരായണിയോ? നാരായണി എന്തിയാറിലാണല്ലോ ഓൾറെഡി. അവള് നേരത്തെ പോയല്ലോ. ജയമ വരത്തില്ല ഇന്ന്. ഉത്സവത്തിന് പോയതാ അവര്. നമ്മളെ രണ്ടിനെ കൊണ്ടുപോകാതെ അവര് ഉത്സവത്തിന്. നാരായണി ചേച്ചി എന്തിയാറ് വീട്ടിൽ ഉത്സവം എന്തിയാറ് അമ്പലത്തിൽ ചെല്ലിയമ്മാൾ കോവിൽ. നിന്നെ കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുമല്ലോ ജയവ കലിപ്പ. നീ അലമ്പാന്നും പറഞ്ഞ് ജയ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. പാട്ടോ? ആ കാണും. ചേച്ചി ഇല്ല ഇന്നൊന്നും വരത്തില്ല. ഇന്ന് നമ്മൾ രണ്ടേ ഉള്ളൂ. പൂരി കറി കൂർക്ക ചാറ്. ചോറ് വെച്ചിട്ടില്ല. പൂരിയേ ഉള്ളു. ചോറ് മതി എനിക്കിഷ്ടം. ചോറ് കൊടുക്കട്ടെ എനിക്ക് അപ്പേ ചോറ് വെച്ചില്ല. കാണാൻ വെക്കാം. തോരൻ എന്താന്ന് പറ. തോരനൊന്നുമില്ല. മെഴുക്കുവരട്ടി അല്ല ഇതാടി കറിയാ വെച്ചേ. മെഴുക്കൂട്ട് വെച്ച് എന്ത് കിഴങ്ങ് വേറത്തെ കപ്പളങ്ങ പറിച്ചാലോ? വേണ്ട എനിക്കിഷ്ടം. നിനക്ക് പൂരിയും കൂർക്കക്കറിയും ഇഷ്ടമാണോ? ആ എന്നാ അങ്ങനെ ചെയ്യാം. ചുമ്മാ വെച്ചു മാമിളി തിന്ന ചപ്പാത്തി. സൂര്യൻ ഇന്ന് അസ്തമിച്ചില്ലല്ലോ. നീ വരുമ്പോൾ അസ്തമിക്കുന്നേ ഉള്ളൂ സൂര്യൻ. എന്നാ തക്കാളി ഇരിപ്പില്ലടി. കേട്ടോ കേട്ടോ. എനിക്ക് കപ്പളങ്ങ കറി വരുന്നില്ലേ? ഉണ്ട്. വാ. ഇതൊക്കെ തിരികെ തെക്കുമ്പോഴാണ്. നമുക്കിന്ന് ഇഷ്ടം പാലുണ്ട്. പാല് നമ്മൾ കാച്ചി കുടിക്കും. പൂരി തിന്നും. പിന്നെ കറിയുണ്ട്. പിന്നെ നാളെ തിന്നാൻ ബാക്കി. ചായ കുടിച്ച് മതിയോ? കുളിക്കണ്ടോ? ഡ്രസ്സ് മാറാം മതിയോ? ആരുമില്ല. എല്ലാവരും അകത്ത് പണിയാണ്. വിളിക്കണ്ട വെറുതെ. അവിടെ അടുക്കളയിലൊക്കെ പണിയാ. ആ വീട്ടിനകത്ത് വാ. ആണോ? മതി. ഇത് നിനക്ക് വേറെ ഒന്നും ചോദിക്കാനല്ലേ? അടി രാവിലെ കഴിച്ചില്ല. കറിയാ ഗ്രീൻ പീസ്. ഇവിടെ വന്നിട്ടാണോ ടാറ്റ പറയുന്നത്? അവർ കേട്ടുപോലില്ല. ഞാൻ പാലക്കാട് പോയതാണോ ചേട്ടൻ? ബിരിയാണി ചേട്ടനെ പോയോ? ബിരിയാണി ചേട്ടനെ കണ്ടോ? കണ്ടെന്ന് പറയാമോ? കണ്ടില്ല. വിജയൻ ചേട്ടൻ എന്ത് ചെയ്യുന്നു? പിന്നെ എങ്ങനെ കാണുന്നത്? പാല് വിട്ടേ. പാലോ? അവിടെ ചേച്ചി ചേർക്കുന്നു. ഏതാന്ന് എനിക്ക് അടുത്ത ആദ്യം കാണും. അമ്മണിയമ്മ
അല്ല, അമ്മയമ്മ കിടപ്പല്ലേ, ആക്സിഡൻ്റ് ആയി. അമ്മച്ചി മരിച്ചുപോയി കഴിഞ്ഞ ദിവസം. മുത്തച്ഛി മരിച്ചുപോയി കഴിഞ്ഞ ദിവസം. വേറെ ചേച്ചി ഉണ്ട് അവിടെ. വിജയൻ ചേട്ടൻ്റെ മങ്ങ ആരാണ്ട് ആരാണ്? വിജയൻ ചേട്ടനും മരിച്ചുപോയി. പയ്യെ മടുത്തോ? പോയി കുറച്ച് നേരം ചുമ്മാ ഇരി. പോലെ ഞാൻ ബായി വെച്ചിട്ട്. കയറണ്ട, ഞാൻ ഊരിത്തരാം. വേണം നീ കൂടുതൽ അഭ്യാസം തന്നെ ചെയ്യാൻ നോക്കണ്ട. ഞാൻ വരാം. ഞാൻ തന്നെ വിട്ടേ മതി. വാ അകത്ത് പോയിട്ട് ബാക്കി കയറി. ഓക്കെ ഗൂഗിൾ, ലൈറ്റ് ഓൺ. പൊട്ടിപ്പോകും. അത് വരുന്നില്ല. നീ കിടന്ന് കലക്കാതെ. ആ കത്തിക്കും. മഴയില്ല, ഒന്നുമില്ലേ. ഇന്നും മഴ ചാറുന്നുണ്ട്. പറ്റീരാണോ എന്നാന്നറിയത്തില്ല, എന്നാലും ചാറുന്നുണ്ട്. കുറച്ച് പൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ചെറിയൊരു കറിയും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെച്ച് ഇപ്പോൾ പാല് കാച്ചുന്നു. ചെറിയ മഴ ഇച്ചിരി നന്നായിട്ട് പെയ്തായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ പാടാം. എൻ്റെ ഒരു വരവൊക്കെ കണ്ടിട്ട് വേണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു രീതിയാണ്. മുടി ചുമ്മാ ഉരുട്ട് കെട്ടി ഇങ്ങനെ ബുമ്മെന്ന് വെച്ചോണ്ട് കിടക്കട്ടെ. ആനാ സ്വഭാവം പോലെ തന്നെയാണല്ലേ മുടിയും. എന്താ സമയം 6:20. 6:30 പൂമുടല്. ശാമ്പൂ വന്നിട്ടേ കാണുള്ളൂ. ചാറ്റൽ മഴ. കോഴിയെല്ലാം കുത്തി എന്താ കയറിയോ? ചെറിയ മഴയാണെങ്കിലും ചെറിയതായിട്ട് വെള്ളം വീഴുന്നുണ്ട്. വരുന്നില്ലേ? ഒരുങ്ങി നിൽക്കോ? പിന്നെ വരുമോ? എന്നാ കൊടയോ? അങ്ങോട്ട് അങ്ങോട്ട്. കൊടയും കൊണ്ട് മലയിട്ട് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലേ? മഴ വന്നിട്ട് മഴയാന്നേ. പിന്നെ ഇതല്ല മഴ. പിന്നെ മഴ വന്നോ? മണ്ണ് വരല്ലേ, വേനെടുക്കും. മണ്ണില്ലാതെ ഇടണം.
തിരിക്കടി ക്യാമറ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇങ്ങോട്ട് നമ്മൾ മറ്റേ ക്യാമറ നല്ലത്. വരുമ്പോൾ തന്നെ തോന്നുന്ന പോലും മതി. പിന്നെ വേണ്ടേ? ആരാണ് ചേച്ചിയുടെ മുന്നിൽ പോവും. വെച്ചുവാണിക്കട കാണുമ്പോൾ ഒരു ഹരവാ. പ്രകാശ് ഇടപെടിയിട്ട് നമ്മുടെ വഴിപാട് സ്വഭാവത്തിലേക്ക് ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ പള്ളിവേട്ട ഉടനെ ആരംഭിക്കുന്നതാണ്. അതിനകത്ത് വെച്ചാൽ പറയാം. ലഡു ഞാൻ എനിക്ക് തരുമായിരിക്കും. നാരായണിക്കില്ല. ഗാനമേള കേൾക്കാം. പോകാം. ബാ.
കേറിയിട്ട് ഇറങ്ങിയതാണോ? കേറി ഇറങ്ങിയതാണോ? പിന്നെ നമ്മൾ പൂമൂടുന്നുണ്ടായിരുന്നു. നാളെ സ്കൂളിൽ വിട്ടിട്ടോ ചേട്ടാ. രണ്ട് കസാര ഒന്നിന്റെ മണ്ട ഒന്നായിട്ട് ഇരിക്കുന്നുണ്ടോ? പിന്നെ കുഞ്ഞു വെച്ചല്ലേ എന്ന ഒരു അപേക്ഷ മെഗാബീറ്റ്സിന്റെ പ്രോഗ്രാം ഇന്ന് ഈ വേദിയിലേക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഏന്തയാറിലെ മതേതര കൂട്ടായ്മ. ഈ പ്രിയപ്പെട്ടവർ ഓരോരുത്തരോടും അവരുടെ കുടുംബ അംഗങ്ങളോടുമുള്ള അഗൈതമായ നന്ദിയും സ്നേഹവും മെഗാബീറ്റ്സ് ആദ്യം തന്നെ അറിയിക്കുന്നു. ശബ്ദപ്രകാശ ക്രമീകരണത്തിൽ കരുണാമയി ജഗദീശ്വരി ശ്രദ്ധേയമായ വേഷത്തിലെത്തിയ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന മലയാള ചിത്രത്തിൽ നിന്നും മോഹം കൊണ്ടാണ് വേദിയിൽ ആലപിക്കുന്നു. മെഗാബീറ്റ്സിന്റെ പ്രിയ ഗായകൻ ശരൺ തമ്പിക്കൊപ്പം ഗീത. സുജാത ഡാൻസ് കളിക്കുമോ? സുജാത ഡാൻസ് കളിക്കുവാണെങ്കിൽ കളിക്കായിരുന്നു. ഒരാൾ തുടങ്ങി തന്നാ ഇല്ല. അമ്മ വരുന്നില്ല, അമ്മ വരുന്നില്ല. ഞങ്ങൾ കൊണ്ടുപോട്ടെ, അമ്മയെ കൊണ്ടുപോവാ.
ഓക്കെ ബാ. കല്യാണത്തിന് കറുകറുകെ കറുത്ത മുത്തോളം ചമയും കൊയ്തട്ട് ആരാ